ഞങ്ങൾ കേവ് ഹൗസിൽ കയറാൻ പോവാ, ഞങ്ങളുടെ റൂമിൽ കയറാൻ പോവാണ്. We are so excited. മുമ്പ് കണ്ടത് വീഡിയോ എടുക്കാൻ വേറൊരു സാധനം കാണാണ്ട്. കക്കൂസ് ഇതാണ് സ്വർഗം. മറ്റേ അച്ചുവർഗീസിലെ അമ്മൂടെ എല്ലാം അവിടെ ഉണ്ട്. ചെരുപ്പുണ്ട്, ബെഡ്സ് ഉണ്ട്, വെള്ളം കുടിക്കുന്ന ബോട്ടുണ്ട്. വെള്ളം കുടിക്കണോ? അങ്ങനെ കുടിക്കാലോ. നമുക്ക് മേക്കപ്പ് ചെയ്യാൻ എനിക്ക് ഇവിടെ ഇനിയത്തെ വ്യൂ ആണ് വ്യൂ അല്ലേ. പിന്നെ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഒരുപാട് ഓൾറെഡി നമുക്ക് വെച്ചിട്ടുണ്ട്. കോഫി എല്ലാം എല്ലാം ഉണ്ട്, ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. ഈ വ്യൂ എന്ന് പറയാൻ കുറെ കാലം ആഗ്രഹിച്ചൊരു വ്യൂ. നമുക്ക് ഒരുമിച്ച് കിടക്കാം. റെസ്റ്റോറൻറ്റും കുറേ ഐറ്റംസ് ഉണ്ടല്ലേ ഇതിൻ്റെ ഉള്ളിൽ. റെസ്റ്റോറൻറ്റ് കഫേ ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അവിടേക്ക് പോയാൽ ആ കഫേ ആണല്ലേ. അതായത് വേറെ കേവാണ് നമുക്ക് കാണിച്ചില്ല കഫേ. കുറച്ചുകൂടി റെസ്റ്റോറൻറ്റ് സംഭവമാണ്, ഞാൻ ഇപ്പോൾ പോയി കണ്ടു. എല്ലാം ഭയങ്കര എസ്തെറ്റിക്. ഇത് നമ്മളോട് പറഞ്ഞു എന്താ റിയൽ ആർട്ടിഫിഷ്യൽ ഒന്നും അല്ല, ശരിക്ക് കേവ് തന്നെയാണ്. ആ കേവ് ഇവരിങ്ങനെ ബിൽഡ് ചെയ്ത് റൂംസും ഇതൊക്കെ ഉണ്ടാക്കിയതാണ്. ഈ ഡിസൈനൊക്കെ ഒരു കൊടുത്തതാണ് ഇങ്ങനെ ഈ ഒരു ഈ മാർക്സ് ഇങ്ങനെ ലൈൻസ് ഒക്കെ. പക്ഷേ ഇത് കണ്ടാൽ ഒരു പിങ്ക് സ്റ്റോൺ ആണ് ഇത് എന്ന് പറഞ്ഞു. ഇവിടെ എല്ലാ റൂംസും ഈ പിങ്ക് സ്റ്റോൺ ആണ്. അതുമേ ജസ്റ്റ് ഇങ്ങനെ ഈ ലൈൻസ് ഇത് കൊടുത്തു മാത്രമേ. അടിപൊളി അല്ലേ സത്യം. നമ്മളിങ്ങനെ കുറേ ആൾക്കാർ പോയിട്ട് ഓരോ വീഡിയോസും എന്താ ഫോട്ടോയിലും നെറ്റിലും അല്ലാണ്ട് ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഒന്ന് കാണണം അങ്ങനെ ആഗ്രഹിച്ചിരുന്നായിരുന്നു. ഫൈനലി ഡ്രീം കം ട്രൂ. ഞാൻ ഇനി നെവിനാവട്ടെ കുറച്ച്. നെവിനോ? അതാരാ? അറിയണ്ടേ അല്ല. നല്ല തണുപ്പുണ്ട് കേട്ടോ. സംഭവം ഒരു ഡ്രൈ ലാൻഡ് മാതിരി തോന്നി നമുക്കിങ്ങനെ കണ്ടാല്. ഭയങ്കര ഉണങ്ങി പിടിച്ച് ഒരു പച്ചപ്പൊന്നും ഇല്ലാതെ ഇതെന്ത് നമുക്ക് തോന്നി. ഞാൻ വരുമ്പോ ഇങ്ങോട്ട് ഇതെന്തൊരു പച്ചപ്പില്ല ഒരലക്ക് വെറും. അപ്പൊ നമ്മള് വിചാരിച്ചത് എന്താ. പക്ഷെ ഇറങ്ങി കഴിഞ്ഞപ്പോ നല്ല തണുപ്പും വേറെ രസം. അതൊക്കെ ആ കേവോക്ക് ഒരു രസമുണ്ടല്ലേ. പക്ഷെ അത് കുറച്ചും കൂടി ഒരു പുതിയൊരു സ്റ്റൈല് മാതിരി തോന്നണല്ലേ. അതൊക്കെ ഇപ്പത്തെ ഒരു വീട് മാതിരി. പക്ഷെ ഇത് പക്ക ഇതുണ്ടോ ഓല കല്ലിനെ കല്ല് പോലെ തന്നെ നിർത്തിക്കണോ. ഇതുണ്ടോ അപ്പൊ ഇതൊന്നും ഇങ്ങനെ ഷേപ്പ് ഒന്നും ആക്കാണ്ട് വിചാരിക്കണം ഇവളെന്താ ചെലക്കട് മാറി കഴിഞ്ഞ് ബാത്റൂമിൽ ഞാനൊരു 1 മണിക്കൂർ ഇരിക്കട്ടെ. കുറച്ച് ഫോട്ടോസ് എടുക്കാനുണ്ട്. ഓക്കെ. ബാത്റൂമിൽ ആദ്യമായിട്ടല്ലേ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫോട്ടോ എടുക്കണേ. സത്യം. അജോ 10 എനിക്ക് 10 ഇത് 10 ഇത് റേഷൻ പോലെയാണല്ലേ. അനക്ക് എത്ര മണിക്കൂറാ കക്കൂസിൽ ഇരിക്കണം പറഞ്ഞേ? ഫുള്ള് കഴിക്കും. എണ്ണിച്ച് പോട്ടെ. എനിക്കില്ല ഇത് മതി. ബദാം എനിക്കിത് മതി. മറ്റേ പറഞ്ഞേ പപ്പട കട എനിക്കുള്ളല്ലോ. പൊറോട്ടന്റെ AC ഒക്കെ ഉണ്ടോ? AC ആവശ്യം ഉണ്ടാവില്ലല്ലോ. ഇല്ല. പിന്നെ ഒരു പറഞ്ഞു തണുപ്പ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഹീറ്റ് ഇത് പറഞ്ഞാൽ മതി. ഒരു കൂട്ടിത്തരും കുറച്ചൊരാൾക്ക് ചെയ്യുന്ന നല്ല സർവീസ് കിട്ടും. എന്താ നല്ല പൈസ എടുത്തോണ്ട് എന്താണെന്ന് അറിയില്ല. നല്ല സർവീസ് ആണ്. എന്തായാലും പൈസ എത്രയെന്ന് അറിയില്ലല്ലോ. ഇത് മാറ്റിയൊക്കെ ഉണ്ടാവോ?
അത് രസമുണ്ട് അല്ലേ? ഇങ്ങനെ ഹായ് എന്നായിക്കോട്ടെ, ചാടണ്ട ഇങ്ങോട്ട് വാ. ഇവിടെ ഇതാണ് വ്യൂ. ചത്തു പോകും. ശ്വാസം വലിച്ച അതല്ല, എല്ലാരും ഇപ്പൊ ഇന്നാണെന്നുണ്ടെങ്കിലും സ്ഥലമാണെന്നുണ്ടെങ്കിലും ഒക്കെ എല്ലാരും വിചാരം നമ്മള് ഹണിമൂൺ പാക്കേജ് മാതിരി അങ്ങനെ പോകുന്നതാണ്, ന്യൂലി മാരീഡ് കപ്പിൾസ് ആണെന്ന്. പക്ഷെ പ്രായം കുറയണ്ടെന്ന് ആർക്കും അറിയുന്നില്ല. സാഡ് റിയാലിറ്റി. ഇനി കുറച്ച് മെയിനാ വേണ്ടി ഇൻസ്റ്റയിലെ കുറച്ച് വീഡിയോ ഉണ്ടെന്ന് മാറിക്ക. ഇതൊക്കെ ചെയ്ത് തീർക്കുക. എപ്പൊ തീരാനാണ് ഇതൊക്കെ? ഓരോ സംസാരത്തിനും ഓരോ ഇതാണ്. എനിക്കില്ല ചോറ് വെള്ളം എല്ലാം ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നതാ. ഞാൻ ഒക്കെ ഇവിടെ നിന്നോളാം. വെള്ളമല്ല, വെള്ളം. എല്ലാം ഇതിൻ്റെ ഉള്ളിൽ കൊടുത്താൽ ഞാൻ നിന്നോളാം. കണ്ണാടി നോക്ക്. ചില ഒന്നുകൂടി ഇങ്ങനെ തടിച്ചിട്ട് വേണം. പക്ഷെ ഇതെന്തായാലും ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി. പക്ഷെ പൈപ്പ് തുറക്ക് നോക്ക്. വേണ്ടല്ലേ, കുറച്ച് എടുക്കല്ലേ. അത് സെറ്റപ്പ് ആക്കണോ? അതിട്ട് ഇതൊക്കെ ഇടും. എന്താ സൗണ്ട്? ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടല്ലേ? എന്താണ് എഴുതിക്കണേ? പ്ലീസ് ത്രോ ദിസ് ദ ബിൻ. ഓക്കെ, അതൊന്നും വിഷയമില്ല. നമ്മള് ഇന്ത്യൻസ് ആണ്, മാനേഴ്സ് ഉള്ളവരല്ലേ. ഞാൻ തുറക്ക്. ആ ഏണിമയ്ക്കാണല്ലോ നമ്മുടെ ചിഹ്നം അല്ലേ? നല്ല ടർക്കി കൊണ്ടുപോയി. ടിപ്പിക്കൽ മലയാളി. കേട്ടിട്ടില്ല വിചാരിക്കണ്ട. ഈ എസ്തെറ്റിക് കൂടുതലായതാ പ്രശ്നം. കണ്ണ് വന്നില്ല. അത് ശരി. എല്ലാരും എസ്തെറ്റിക് വൈബ് തേടി പോകുമ്പോ ഫിബി തള്ള വൈബ് പിടിക്കണോ? എല്ലാ കത്തിയും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നോക്കട്ടെ. മുറിക്കട്ടെ കുട്ടി. എത്ര ടേസ്റ്റോ. പഞ്ചാര കട്ടി. എന്താ വേണ്ടേ? ഗ്രീൻ ആപ്പിൾ, ഇനി റെഡ് ആപ്പിൾ. സബർ ജെല്ലിയൊക്കെ അടിപൊളിയാണ്. സബർ ജെല്ലി അല്ല മിസ്റ്റർ. ഈ കത്തി കുറച്ച് സീനാട്ടോ. കൈ പൊറിയാക്കണ്ട. ഇവിടെ എന്നേ വരെ ചിലപ്പോ ഒരു ഗസ്റ്റ് ഒന്നും നിർത്തിട്ടുണ്ടാവില്ല. ഇജ്ജ് പറയല്ലേ, തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇവിടുന്ന് പോകുള്ളൂ. കായ് കൊടുക്കാനല്ലേ അറിയാം എല്ലാവരും. വേണ്ട अच्छा है അമ്മ. അമ്മേ, നമുക്ക് ഷെയർ ചെയ്യാം. സബർ ജെല്ലി എനിക്ക്, ഗ്രീൻ ആപ്പിൾ എനിക്ക്. ഇതെനിക്ക് എന്താ കത്തി. ഗണ്ണാവേ പൊത്തിപ്പ. ഇതെനിക്ക് ഇതെനിക്ക് അച്ഛനൊരു ചീന. എന്താ ജബറ മുന്തിരി? മുന്തിരി മനുഷ്യത് കഴിയിട്ടില്ല. ഇതിലെന്താ വേണ്ട? എടുത്തോ. ഇതും കഴുകിയതാണ്. ഇത് കഴുകിയിട്ടില്ല. കണ്ടോ? ഡിയർ അഹമ്മദ് അലീന്ന്. പിന്നെ ഞാനോ? Welcome to the beautiful land of houses. That's mine. Wow. ഇത് എനിക്ക് വേണം.
ഇതെനിക്ക് വേണം, ഇതിന്റെ ഡയറിയിലൊക്കെ. ഓക്കെ ടോപ്പ് കേക്ക് വെറുതെ നമുക്ക് നേരിട്ട് നോക്കിയാലോ? വേണ്ട, നല്ല തണുപ്പുണ്ട്. വെറുതെ ഷോപ്പിന് ചെയ്തിട്ട് പണി പാളും. ഫ്രൂട്ട്സ് ഞാൻ കട്ട് ചെയ്തു. അപ്പൊ എനിക്ക് കോഫി ഉണ്ടാക്കാൻ അർജന്റ് ഡ്യൂട്ടിയാണ്. പിന്നെ ഒരു കോഫി ഉണ്ടാക്കുമ്പോൾ 4 ആൾ വേണല്ലോ. ഞാൻ ഉണ്ടാക്കണല്ലോ. നീ തന്നെ ചെയ്ത. ആർക്കാ നന്നായിട്ട് കോഫി ഉണ്ടാക്കാൻ അറിയാം? പോകെ പോകെ പീനട്ടിന്റെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ടല്ലോ. അല്ല, കാണാൻ വെച്ചിരിക്കണല്ലോ അത്. പീനട്ട് എനിക്കില്ല. അല്ല, റെഡ് അടിപൊളി അല്ലേ? ഫിറോസ് ഖാന്റെ സൗണ്ട് വരണം. ഇവിടെ സംസാരിക്കാൻ നമുക്ക് മറ്റേ ആ ചെരുപ്പിട്ടാ മതി, ഇതിന്റെ ഉള്ളിലിട്ട് എടുക്കണം. നല്ല ബാങ്കല്ലേ? അധികം ദൂരല്ല ഒന്നല്ലേ? ഈ കാണണല്ലേ ആ മിനാരല്ലേ? മിനാരം ശ്രദ്ധിച്ചോ? നമ്മളവിടുത്തെ പോലെ ഒരു കുബ്ബല്ലേ അല്ലേ? ക്രിസ്ത്യൻ പള്ളിയാൻ തോന്നിപ്പോ ഇടയ്ക്ക്. പോണ്ട വഴി അറിയില്ല, ഞാൻ തിരിച്ചു വരുവാന്ന് അറിയില്ല. പോയേക്കാം. അതാ പെണ്ണുങ്ങൾക്ക് പറ്റുമോ അറിയാലോ. അതെന്താ എല്ലാ പള്ളിയിലും ഉണ്ടാവും പെണ്ണുങ്ങൾക്ക്. നമ്മളിപ്പോ അവിടെ കണ്ടില്ലേ തുർക്കിയിൽ, ഇസ്താംബുൾ കണ്ടില്ലേ? ഉറപ്പൊന്നുമില്ല കേട്ടോ, നോക്കിയോക്കാ, പോയോക്കാം. പെണ്ണുങ്ങൾക്ക് പറ്റായിരിക്കൊന്നുമില്ല. അതെന്താ മുജാഹിദുള്ളില്ലേ ഇവിടെ? അല്ല അങ്ങനെയല്ല, സുന്നി പള്ളിയല്ലേ ഇവിടെ? നല്ല തണുപ്പെട്ട് തെർമൽ ഇടേണ്ടി വരും കേട്ടോ. ഇത് ബാത്റൂമാണ്. ഇവിടെ ഒരു മീറ്റിംഗ് സ്പേസ് ഉണ്ട്. ഇല്ല, പ്രേതം നിൽക്കണ പോലെ നിന്നിട്ട് നല്ല തണുപ്പുണ്ട്. നായ്ക്കളുണ്ട് ഇവിടെ. തുർക്കിയിലെ നായിനെ കാണിച്ചു തരാം. നല്ല തണുപ്പുണ്ട്, വിചാരിക്കണ പോലെയല്ല സംഭവം. വിചാരിച്ചിരുന്നു വെയിലൊക്കെ കണ്ടപ്പോൾ വെയിലായിരിക്കും. ചൂടായിരിക്കും പറയുന്നത്. തണുത്തിട്ട് എനിക്ക് ഒന്നും പറയാനും ഹീറ്ററായിട്ട് അതിന്റെ അടുത്ത് കൂടി പോകുമ്പോൾ തണുക്കണത്. വായാണെങ്കിൽ എന്താ വാ തുറന്ന് പറഞ്ഞൂടെ? അതൊക്കെ നല്ല രസല്ലേ? അവിടുന്ന് ഇങ്ങോട്ട് നോക്കിയാൽ ഇതും രസം ഉണ്ടാവും. നൈസ്ലേ. നാളെ ഫോട്ടോ എടുത്തായിരുന്നു ഇവിടുന്നൊക്കെ. ഇവിടുന്ന് എനിക്ക് ഷുവർ ഫോട്ടോ ആണ്. എന്റെ മോനെ ആ ഒരു എസ്തെറ്റിക് സാധനങ്ങൾ ഒന്നിന്റെ ആ ഒരു ഭംഗി കളയാൻ വേണ്ടിട്ട് എക്സ്ട്രാ കളറോ മറ്റേ പെയിന്റോ ഡെക്കറോ ഒന്നുമില്ല.
അവിടെ കണ്ടേ ആ എന്ത് രസാ. പക്ഷെ ഭയങ്കര തണുപ്പുണ്ട് കേട്ടോ. മോനെ പോയതാ വോയിസ് ആയിക്കോട്ടോ നീ മുകളിലാണ് റെസ്റ്റോറൻറ്റ്. ഞാൻ അവിടെ പോയതാണ്. എനിക്കെന്താ പറഞ്ഞു ഈ ആദ്യം കയ്യൊക്കെ ഒന്ന് താഴ്ത്തിട്ട് ഒന്ന് നടന്നു അനക്ക് എന്നെ കൊണ്ട് നടക്കുമെന്ന് നോക്കട്ടെ. ഇല്ല, ഞാൻ ഇതാണ് റെസ്റ്റോറൻറ്റ്. എന്താ യമസോ യമാസ് ഫുള്ളും പുഷും അറിയില്ല ഇതുവരെ. ആ നോക്കാക്ക് നിറച്ച ആളുകൾ. നമ്മളെവിടെ ഇരിക്കും? മോനെ ഇത് സീനാവും. അല്ല ഇത് ചിലപ്പോൾ ഈ ടീമിലുള്ള ബൊഫേ ആണോന്ന് അറിയില്ല കേട്ടോ, ചോദിച്ചോക്ക്. നമുക്കിതിൽ ഡിന്നർ ഇൻക്ലൂഡഡ് അല്ലല്ലോ. അല്ല പിന്നെ നമ്മളെങ്ങനെ അവിടുന്ന് കഴിക്കും? അതിന് ചോദിച്ചോക്ക്, ആരും ചോദിച്ചോക്കൂ. ഇത് എന്തെടുക്കണ ഫിബിയെ? കൺഫ്യൂഷൻ ആയോ? എനിക്കിതൊന്നും വേണ്ട. ഇതാ കുറേ ഇലകളൊക്കെ ഉണ്ട്. അതൊക്കെ മല്ലിയിലുണ്ട്, ചീരയുണ്ട്, തക്കാളിയുണ്ട്. അതല്ല, ഒരടുപ്പും ഒരു ഇത്തിരി വെളിച്ചെണ്ണയും കടുകുന്ന തക്കാളി ചട്നി ഉണ്ടാക്കാൻ. പക്ഷെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ, എല്ലാ രാജ്യക്കാർക്കും പറ്റുന്ന പോലത്തെ. എന്താ അറിയോ, പയറുപ്പേരി പുഴുങ്ങിയതും. ഈ ഇലകളൊന്നും എടുക്കും ഫിബിയെ? അത് എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല. ഇതിലൊക്കെ എന്താ? room number 218. 218. Okay. എന്താ ഫിബിയെ? ചിക്കനോ മട്ടണോ? ഉള്ളിക്കൂട്ടാൻ. പന്നിയൊക്കെ ഉണ്ടാവും കേട്ടോ. എന്തായാലും കുറച്ചെടുത്ത് പോകണം. ചിക്കനാണ്. അജിന് വേണ്ട? ഞാൻ എടുത്തോളേ. എനിക്ക് അടക്കാൻ വയ്ക്കുന്നില്ല. ഇതാച്ച് കഴിക്കൂ. എനിക്ക് വേണ്ട. ഈ സാധനം ഓർമ്മ ഉണ്ടോ? നമ്മളെ കഴിച്ചല്ലേ. റൈസ് ഉണ്ട് കേട്ടോ. ഇത് റൈസ് വേണമെങ്കിൽ എടുത്തോ. നൂഡിൽസ് എടുക്കണേ? നൂഡിൽസ് അല്ലല്ലോ അത്. ഇതൊക്കെ ഒരു പ്ലേറ്റിക്കായിട്ട് അങ്ങനെ എടുത്താൽ മതി കേട്ടോ. ഡെസേർട്ട് പിന്നെ ഒന്ന് എടുക്കാം. കണ്ടറിയണം കോശി ഇവിടെ എന്തൊക്കെ എടുക്കാൻ പോണെന്ന്. മോളെ എന്തായാലും ഇതൊക്കെ നമുക്കുള്ളത് തന്നെയല്ലേ. പയറുപ്പേരി വേണം കണ്ടറിയാച്ച ഒരു രസമില്ലാന്ന്. എടി ഇതൊക്കെ ടേസ്റ്റ് ചെയ്യണം. നമ്മൾ കേട്ടിട്ടില്ലേ എന്താ ചേർന്ന് തിന്നണ നാട്ടിൽ പോയാൽ ചേരുന്ന ഇതൊക്കെ വെണ്ടൊക്കെ ഇങ്ങനെ പച്ചക്കട്ടിച്ചു. ഉരുളക്കിഴങ്ങല്ലേ. ഇതാകെ
എരപ്പയിക്കണം അതൊക്കെ ആകെ. അച്ഛൻ എനിക്ക് കണ്ടിട്ട് മത്തം പോലെ ഉണ്ട്. അച്ഛൻ മത്തം കഴിക്കൂല. വേണ്ട കണ്ട ഇതൊക്കെ നോക്കാനുള്ളതാണ് ശരി. ഇവർക്കൊന്നും എന്തായാലും നഷ്ടക്കാരട്ടത്. നാളെ പറയും നിങ്ങൾ ഈ പാക്കേജിൽ ഇല്ല പറയും. എനിക്ക് റൊട്ടി വേണ്ടിയിരുന്നു, പക്ഷെ ഇത് കണ്ടിട്ട് എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല. എന്നാ കഴിക്കണ്ടോ? പക്ഷെ എനിക്ക് റൊട്ടി വേണ്ടിയിരുന്നു. അപ്പോൾ കഴിക്കോ? ആളൊക്കെ കണ്ടോ, വേണ്ടത് മാത്രമേ എടുക്കണുള്ളൂ. ഇത് എനിക്ക് ഇഷ്ടമുള്ള സുളു പീസാണ്. എന്ത് സുളു അതെന്തോ വെജിറ്റബിൾ ആണ്. അത് എനിക്ക് തോന്നുന്നു വഴുതന്നെയാണ് കേട്ടോ. എന്നാലും മതി, കുഴപ്പമില്ല. ഇത് വേണ്ട, അതൊന്നും വേണേ എടുത്ത് വെച്ചോ, ടേസ്റ്റ് നോക്കാം. ഇവിടെ ഉള്ളത് എല്ലാം ഈ പ്ലേറ്റ് ഇപ്പോൾ കൊള്ളൂലല്ലോ. അപ്പം എന്താട്ടും ഇതെന്ന് പറഞ്ഞാൽ ഇതെന്താ, എന്തോ ഒരു പച്ചക്കായാണ്. അജോ അതൊന്നും തിന്നണ്ട. മറ്റേ കോളിഫ്ലവറിൻ്റെ ചെറുത്ത് അങ്ങനെ ഇട്ടച്ചിക്കാണ് ചോദിച്ചത്. ഈ പറഞ്ഞ ഒന്നെങ്കിലും ഞാൻ കേട്ടോ. റൈസ് കുറച്ചെടുത്താൽ മതി. മറ്റേ വെജീസും ഫ്രൂട്ട്സും ഒക്കെ എടുത്ത് കഴിച്ചു. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ 2 കാര്യം കേട്ടോ. ഇത് പിന്നെ വന്ന് എടുക്കാം കേട്ടോ. പോരെ ചെറുതരെ അങ്ങനെ ഞങ്ങൾ ഒരു പടക്ക് ജനങ്ങൾ. കാര്യമായിട്ട് എന്തൊക്കെയാ പറയുന്നത്. ഈ പ്രധാന പ്രശ്നം കഴിക്കട്ടെ, കഴിച്ചിട്ട് തരാം. വയററിഞ്ഞു ഇല്ല. അല്പം വെള്ളം കുടിക്കാം. എനിക്കില്ലേ നല്ല ചോറും മീനും ഒക്കെ തിന്നാൻ കൂടിയാണ്. ഇവിടുന്ന് ഫ്ലൈറ്റ് ഉണ്ട് കേട്ടോ. ഇപ്പം ഉണ്ട്. സാധനങ്ങളുണ്ട്. ഞാൻ അടിച്ചാലോ? ഓ അമ്മേ, ഈ ഡുവൽ ക്യാപ്ചറിൽ നമ്മളെ ശ്രദ്ധിക്കൂലല്ലോ. ഇപ്പല്ലേ നോക്കുക, അവിടെ ഇങ്ങനെ വന്ന് കൊണ്ടുപോകും. എത്ര പ്രായമായ ആൾക്കാരാ നോക്ക്. അങ്ങനെയൊക്കെ അറിയാം. ഇതൊന്നും പറയാത്തേ. ഇതൊരു ബ്ലൂബെറി ബ്ലാക്ക്ബെറി ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു സാധനം, പക്ഷെ രസമല്ല. ഇത് മറ്റെന്താ തിരാമിസു അങ്ങനെ എന്തോ ഒരു സാധനമല്ലേ അത്. എനിക്കത് നാട്ടിൽ നിന്ന് കഴിക്കണ ഇഷ്ടമായിരുന്നു. അതന്നെ, അതിലതന്നെയാണ്. പക്ഷേ നാട്ടിൽ നിന്ന് കഴിച്ചാൽ എനിക്കിഷ്ടമായിരുന്നു. പക്ഷെ ഇത് ഭയങ്കര കോഫിയായിട്ട് പെരും കഴിപ്പ്, അതും രസമല്ല. ഇതെന്ന് പറഞ്ഞാൽ ഒരു ആൽമണ്ടും മുകളിൽ ചോക്ലേറ്റും താഴെ ഇത് ഒരു സാധാ കേക്കിൻ്റെ ഒരു ഇതും പിന്നെ ഉള്ളിൽ കുറച്ച് എന്തോ ഒരു ബെറീസ് എന്തോ ഉണ്ട് ഇത് ഉള്ളിൽ. അതും രസമല്ല. കുറച്ചെങ്കിലും അതേ രസമുള്ളൂ. രസമുള്ളതൊക്കെ ഞാൻ എടുത്തു, ഒക്കെ ഞാൻ കഴിക്കുകയും ചെയ്തു. അജുന് അങ്ങനെയല്ല, അജു എന്ത് കിട്ടിയാലും കഴിക്കും, രസം വേണമെന്നൊന്നുമില്ല. ഞാൻ അടുത്ത എല്ലാ രസമുള്ള അടിപൊളി സാധനങ്ങളും അല്ല കേട്ടോ. ആൽമണ്ടിൻ്റെ ഒന്നും ഒരു രസവും ഇല്ല. പൊടി ടേസ്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ആൽമണ്ട് അതെന്തായിരുന്നു പൊടി അരിക്കാൻ മരുന്ന സാധനം? എന്താ അടിപൊളി, എനിക്ക് പറ്റിയില്ല. പിന്നെ ഇത് അജു ഈ സാധനം അജു എടുത്ത തന്നെയല്ലേ ഇത് എടുത്തിരുന്നില്ലേ? അതെനിക്ക് ഇഷ്ടമായിട്ടില്ല. ഇത് രണ്ടാമത് ഉണ്ടാക്കിയത് രസമുണ്ട്. പിന്നെ നമ്മൾ തിന്നണം. എന്താണെന്നറിയോ, നല്ല പൈസ വാങ്ങുന്നുണ്ട്.
അപ്പം നമ്മൾ ഇഷ്ടമായിട്ടില്ലെങ്കിലും ഇങ്ങനെ തിന്നാം. ഇത് തീർത്തുന്നിട്ടില്ല, എൻ്റെ ഒക്കെ നിന്ന് നഷ്ടം കേട്ടോ. സത്യം. അതിൻ്റെ പൈസ നാട്ടിൽ പോയാൽ ഇതൊന്നും പറയാതെ സൈലൻസ്. ഞാനൊന്നും പറയണില്ല. എൻ്റെ പാർട്ട്ണർഷിപ്പ് ഉണ്ട് ഇതിന് മെയിൻ ആവുക. അതൊന്നും പറയുമ്പോൾ ആർക്കും താല്പര്യമില്ല. എന്നാലും ഫുഡിൻ്റെ വകയല്ലേ. ഇതൊക്കെ കഴിക്കാനാണോ തോന്നുന്നു കേട്ടോ. ഇങ്ങോട്ട് വരുമോന്നാവും ഒന്നായിട്ട്. പക്ഷെ ഇവരൊക്കെ ആസ്വദിച്ച് കഴിക്കണമെങ്കിൽ എനിക്ക് അസൂയ ഉള്ളൂ. എനിക്കൊന്നും ഇങ്ങനെ ആവണില്ല. എൻ്റെ മുഖമൊക്കെ ആകെ ഡ്രൈ ആയിക്കൊണ്ട് തണുത്തിട്ട്. പക്ഷേ അവർക്ക് പറ്റിയ ഫുഡ് ഐറ്റംസ് ആണ് മെനുവിൽ ഫുള്ളുള്ളത്. അതാണ് ഓല കൾച്ചറിനെ അതാക്കണ. വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും. നമുക്കുള്ളതുണ്ട്, റൈസ് ഉണ്ട്, നമുക്കുള്ളതും വെച്ചിട്ടുണ്ട്. വൈറ്റ് റൈസ്. ആ റൈസ് മറ്റേ പശ മാതിരി ഉണ്ട്. ഓളെ കാണാൻ എന്ത് രസമാണ്. മീനിൻ്റെ മുഖം ആകെ ഡ്രൈ ആയിക്കൊണ്ടോ ഇവിടെയൊക്കെ തണുത്തിട്ട്. പിന്നെ അത് കണ്ണാടിയല്ലേ പഠിക്കണേ. പഠിച്ചു പൂളെവിടെ ആ പാട്ടിയൊക്കെ കൊടുത്താണ് പൂള്. മണം വരുന്നുണ്ടോ? ഇവിടെ ആരുമില്ല, നമുക്ക് വന്നാലോ? നല്ല രസട്ടോ. വലിയ പൂളാണ്. ഷൂസ് ഇട്ട് പോകാൻ പറ്റില്ല. ഇതാണ് പൂള്. ഇങ്ങനെയാണല്ലേ വീട്ടില്. നമുക്ക് എന്ത് രസാ. പക്ഷെ ഈ മുകളിൽ കണ്ടോ ആ സാധനം കല്ല് മതിരി, അതെന്തോ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ആർട്ടിഫിഷ്യലാണ് ഈ സാധനം. അതിന് വേണ്ടിട്ടാണ് ചെയ്തിരിക്കണേ. കുറ്റം മാത്രം നോക്കണം, ഒരു കുറ്റം പറയല്ല. അതിന്റെ അങ്ങനെ പറഞ്ഞു. നല്ല രസം. റൗണ്ടിലുള്ള പൂള്. നല്ല അവിടെ സെൽഷ്യസ് ഒക്കെയാണ് തോന്നുന്നു അല്ലേ. CL എന്നൊക്കെ ഇരിക്കുന്നുണ്ടോ? ഇവിടെ തന്നെ ചെറിയ സ്പായും ഉണ്ട് കേട്ടോ അല്ലേ. മസാജ് റൂമൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറി വെക്കോ ഫെബി? അത് തന്നെ അല്ലേ. ചെരുപ്പിട്ട് കയറുണ്ട് കേട്ടോ ഒരാട്ടോ. നല്ല സെറ്റപ്പ് ആക്കിക്കണം എന്തായാലും. മറ്റേ സാധനം കണ്ട അരയന്നൊക്കെ ഉണ്ട് ഇവിടെ. മജേഷ് ഓള് ചിരിച്ചു തന്നു എനിക്ക്. അതുപോലെ എന്തെങ്കിലും വെക്കണം റൂമാക്കാൻ ചിലപ്പോൾ. എക്സിറ്റ് നീതിക്കണം എന്താ പിന്നെ. വാ നമുക്ക് ഇതുവഴി തന്നെ പോയേക്കാം. നമ്മൾ ലിഫ്റ്റ് വേണ്ട. വേണ്ടല്ലോ. മോനെ ഉള്ളിൽപ്പെട്ട വഴി അറിയില്ല കേട്ടോ, അങ്ങനെ പ്രശ്നമുണ്ട്. ഉള്ളിൽപ്പെട്ട വഴി അറിയില്ല. അമ്മേ ചെറിയ സെറ്റപ്പിൽ എന്തൊക്കെയാണ് ചെയ്തിരിക്കണം അല്ലേ. ഇത് ചെറിയ സെറ്റപ്പ് സംഭവം വലിയൊരു സ്പേസ് ആണ്. കുറേ സ്പേഷ്യസ് ആയ ഒരു സ്ഥലത്തല്ലാതെ ഇങ്ങനെ ചെയ്യാം. പക്ഷെ അതപ്പോൾ ഇവർക്ക് തുറന്ന് ചെയ്യണ്ടേ? തുറന്ന് ചെയ്യണ്ടേ? അത് വേണം.
തുർക്കി വന്ന ആരോടും KFC മിസ്സാക്കരുതെന്ന് പറയാം. സത്യം. ധൈര്യമായി പറയാം. ആരെങ്കിലും ഇതേപോലെ പ്ലാൻ ചെയ്തിട്ട് തുർക്കി വരണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഒരു പ്ലാനും ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും മിസ്സാക്കരുത്. ഇനിയിപ്പോൾ ചിലവർ ഹോട്ട് എയർ ബലൂൺ അങ്ങനെയൊക്കെ അത് മാത്രം ലക്ഷ്യം വെച്ച് വരും. പക്ഷേ അതിനേക്കാളും എന്തൊക്കെയോ ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട്. നമ്മൾ പൈസയൊക്കെ ആലോചിച്ചിട്ട് ചിലപ്പോൾ നോർമൽ സ്റ്റേ ഒക്കെ എടുക്കും. പക്ഷെ കുറച്ച് പൈസ കൊടുത്താൽ ഇത് എന്തായാലും ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. അത്രയ്ക്ക് അടിപൊളിയാണ്, നല്ല രസമുണ്ട്. നമുക്കൊരു ഊഞ്ഞാലൊക്കെ ചിലപ്പോൾ ഇതിനേക്കാളും ബെസ്റ്റ് കേസ് ഒക്കെ ഇവിടെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ എന്തായാലും ഇത് അടിപൊളിയായി. ചൈന ടീംസ് അല്ലേ ഇവിടെ കൂടുതൽ. അങ്ങനെ എല്ലാവരും മുഖം കണ്ടിട്ട് സംസാരം കേൾക്കുമ്പോൾ അങ്ങനെ ഒന്നും അങ്ങനെ തന്നെയല്ലേ മറ്റേ ജപ്പാനും. നിർത്തി എടുത്തോ ജി, അതായിരിക്കും ബെറ്റർ. മാന്തല് കിട്ടുകളുണ്ടാവും ഷൊട്ടുമണിക്ക്. വരുത്തി പോണുണ്ടോ തണുത്തേക്കാണ്. എന്ത് രസമായാലും കാണാൻ. അജുനെ ഇഷ്ടമായിട്ടില്ല. ആരായിരുന്നു ഓന് ക്യാമറ ഇഷ്ടാവാത്തത്. അതിന്റെ വാലൊക്കെ നോക്കെ. ഒരിതലാണ് എനിക്കിഷ്ടമില്ലാത്തത്. ഞാൻ അങ്ങനെ വല്ല തൊടൊക്കെ ചെയ്യും, പക്ഷെ എന്നെ വന്നാൽ വെറുതെ നിൽക്കരുത്. ഇഞ്ചാണേ തണുക്കുന്നുണ്ട് അതിന്. അങ്ങനെയൊന്നും കേട്ടണ്ട. പിടിച്ചോട്ടെ. നല്ല പിടിക്കുന്നുണ്ട്. അതിന് ഇഷ്ടമില്ലാത്ത കുറേ ഭാഗങ്ങളുണ്ട് പൂച്ചക്ക്. ചെവി വലിപ്പെട്ടതാ അതെനിക്കറിയില്ല. ബാ വേണ്ട, വെറുതെ എന്നാ തുർക്കിയിൽ വന്ന കടിയുള്ള. നാട്ടിൽ എത്ര പൂച്ചണ്ട് കടിയുള്ള. കടി മാന്തലോ. ഫെബിയേ, ടാപ്പ് വരെ എസ്തെറ്റിക് ആണ്, പക്ഷെ വെള്ളം വരില്ല. തോക്കുണ്ട്, പക്ഷെ വെടി വെക്കരുത്. ഇയാൾ ക്യാമറ എടുത്ത് ഇറങ്ങിട്ടോ. എന്താ പറയാ, റൂം പോലെ തണുക്കും എനിക്ക്. എസ്തെറ്റിക് വലിപ്പണത്. അത്ഭുതങ്ങൾ തീരുന്നില്ല. തയ്യൽ മെഷീനൊക്കെ എവിടെ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ഇവർക്ക് കിട്ടിയതാവും. സത്യം. നോക്ക്, നമ്മളുടെ എത്രയാണ് റൂം? എത്തിയില്ലേ? നമുക്ക് ഇവിടെ അവിടെ ലിഫ്റ്റ് ഉണ്ട്. നമ്മളെ റൂം എത്ര? നമ്മളെ റൂം 2, 218. വാ, ലിഫ്റ്റ് ഉണ്ട്, വാ. നമുക്ക് ഇതിനെങ്ങനെ കയറാം? ലിഫ്റ്റ് കയറാതെ കുറച്ച് വീഡിയോ എടുത്തോട്ട് എഴുതിട്ടാ. ഓക്കെ ഓക്കെ. എടുക്കാച്ചോ ഇതിന്റെ സെറ്റപ്പ് ഞാനൊന്ന് നോക്കട്ടെ. ഇത് ഒന്നാമത് ഒരുക്കുവോ? ചാൻസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ആ സൈഡിൽ കൂടി പൈപ്പ് ഉണ്ടോ? നമുക്കെന്താ ആ